ചെറിയ പാർട്ടികളുണ്ടല്ലോ, ഇപ്പോൾ LJP ആവട്ടെ, ജൻസുരാജ് പാർട്ടി ആവട്ടെ. ജൻസുരാജ് പാർട്ടി വലിയ കറുത്ത കുതിരകളാകും, ഈ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുന്നത് അവരാകും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജൻസുരാജ് പാർട്ടിയുടെയും ഇപ്പോൾ ഈ LJPയുടെയും ഒക്കെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്നാണ് ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്? സൈഫുദ്ദീൻ, നമുക്കറിയാം ഈ ജൻസുരാജ് പാർട്ടി പുതിയൊരു ആശയം മുൻപോട്ട് വെച്ച് ഈ തെരഞ്ഞെടുപ്പിലാണ് ഒരു വോട്ടെടുപ്പിലേക്ക് വന്നിരിക്കുന്നത്. ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ അദ്ദേഹം 3000 കിലോമീറ്റർ ബീഹാറിലൂടെ സന്ദർശിച്ച് അദ്ദേഹം പുതിയൊരു ആശയം മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ആശയത്തോട് എത്ര കണ്ട് ജനങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി മനസ്സിലാക്കേണ്ടി വരും. നമുക്കറിയാം ഈ LJP ചിരാഗ് പാസ്വാൻ, രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ അധ്യക്ഷനായിട്ടുള്ള LJP 29 സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർ JDU മത്സരിക്കുന്നിടത്ത് JDUവിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മത്സരിച്ചത്. പക്ഷെ അവർക്ക് ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ അവർക്ക് ഇപ്പോൾ നിലവിൽ 5 MP-മാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പിടിക്കുന്ന വോട്ടുകളാണ് ഏറെ നിർണായകമാകുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുള്ളത്, ഈ ആദ്യഘട്ടത്തിൽ JDUവും അതോടൊപ്പം തന്നെ LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാനും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും തമ്മിൽ ചില അസ്വാരസ്യങ്ങളും നിലനിന്നിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് NDA മുന്നണിയിലെ വലിയ ഒരു അഗ്നിപർവ്വതം ഇവർ രണ്ടുപേരുമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമ്മൾ ഈ പുറമേ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷവാന്മാരാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹാദരങ്ങളോടെ കെട്ടിപ്പിടിക്കുന്നു, എല്ലാവരും ആശ്ലേഷിക്കുന്നു. ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ പലയിടങ്ങളിലും നമ്മൾ പോയപ്പോൾ കണ്ടിട്ടുള്ളത്. അവർ സംസാരിക്കുമ്പോഴും ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് പറയുന്നത്. നമ്മളോട് സംസാരിക്കുമ്പോഴും ഈ ചിരാഗ് പാസ്വാൻ പ്രതികരിച്ചത് യാതൊരു പ്രശ്നങ്ങളുമില്ല, നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ തന്നെയാണ്. പക്ഷേ ഇവരുടെ മനസ്സിൽ മറ്റൊന്നാണ്. പ്രത്യേകിച്ച് BJP മുൻപോട്ട് വെക്കുന്ന പുതിയൊരു സമവാക്യമുണ്ട്. JDU അധ്യക്ഷൻ നിതീഷ് കുമാറിനെ മാറ്റുക, പകരം അവിടേക്ക് BJPയുടെ തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക എന്നുള്ള മഹാരാഷ്ട്ര മോഡലിലേക്ക്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ ആ ഒരു രാഷ്ട്രീയ ഐഡിയോളജിയിലേക്കാണ് ഇപ്പോൾ ബീഹാറിനെയും കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പാർട്ടികൾ, ഇപ്പോൾ സൈഫുദ്ദീൻ പറഞ്ഞ പോലെ LJP, അതോടൊപ്പം തന്നെ ജൻസുരാജ് പാർട്ടി, കുശ്വാഹയുടെ പാർട്ടി, VIP, അത്തരം പാർട്ടികളൊക്കെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം LJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാസ്വാൻ എന്ന് പറയുന്ന ഒരു ജാതി അല്ലെങ്കിൽ ഒരു സമുദായം അത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. പക്ഷേ 29 സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഒരു അവസരം LJP ലഭിച്ചിരിക്കുന്നത്. അതേസമയം കുശ്വാഹയ്ക്കൊക്കെ ആകട്ടെ 6 സീറ്റുകൾ മാത്രമാണ് മത്സരിക്കാനുള്ള അവസരം. അതെങ്ങനെയാണ് അത്രയും സ്വാധീനം ചെലുത്തി ഇത്രയും സീറ്റുകൾ നേടാൻ കഴിഞ്ഞത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഈ BJP മുന്നണിയിൽ അല്ലെങ്കിൽ NDA മുന്നണിയിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് മോദി ഉയർത്തിക്കാട്ടുന്നത് ചിരാഗ് പാസ്വാനെയാണ്. കാര്യം അദ്ദേഹത്തിന്റെ എല്ലാ റാലികളിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് ചിരാഗ് പാസ്വാനാണ്. അദ്ദേഹം ഒരു യുവ നേതാവാണ്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കുന്നു. അതിന് ഒരു ചെക്ക് വെക്കുകയാണ്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെതിരെ അല്ലെങ്കിൽ തേജസ്വി യാദവിനെതിരെ ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് ഞങ്ങളുടെ പക്കലുള്ളൊരു യുവമുഖം എന്നുള്ളതാണ് അവർ വെക്കുന്നത്. 37-കാരനായ തേജസ്വിക്കെതിരെ അതിലും പ്രായം കുറഞ്ഞ ഒരു നേതാവിനെയാണ് NDA മുന്നണി ഉയർത്തിക്കാട്ടുന്നത്. ഞങ്ങളോടൊപ്പം ഉണ്ടൊരു യുവ നേതാവ് എന്നുള്ള ഒരു ക്യാമ്പയിൻ, ആ ഒരു നരേറ്റീവിന് വേണ്ടിയാണ് LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാനെ ഉയർത്തിക്കൊണ്ട് വരികയും ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മാറുകയാണെങ്കിൽ പുതിയ മുഖ്യമന്ത്രി ചിരാഗ് പാസ്വാൻ ആയിരിക്കും എന്നുള്ളത് ജനങ്ങളിലേക്ക് പമ്പ് ചെയ്യുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് BJP നമുക്കറിയാം, ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ BJPക്ക് ഇതുവരെ മുഖ്യമന്ത്രി ഇല്ലാത്തൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ്. ബീഹാറിൽ ഇതുവരെ BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അവിടെ സ്വാഭാവികമായിട്ടും ഈ റീജിയണൽ പാർട്ടീസാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഈ പ്രാദേശിക പാർട്ടികളുടെ അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ പാർട്ടിയായിട്ടുള്ള BJPക്കും കോൺഗ്രസിനും ഒക്കെ അവിടെ ഇതുവരെയും കടന്നു കയറാനായിട്ടില്ല. നമുക്ക് ആ ഒരു കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കണം. കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പിലെ ആ ഒരു BJP നേടിയിട്ടുള്ള ഒരു മേൽക്കൈ നോക്കുകയാണെങ്കിൽ 2010 അവിടെ 91 സീറ്റുകളായിരുന്നു BJP അവിടെ നേടിയത്. 2015 വരുമ്പോൾ 53 കുറയുന്നു. വീണ്ടും 2020 വരുമ്പോൾ 74 അതായത് BJP ഒരു 50-ന് താഴേക്ക് പോകുന്നില്ല. അവർ മാക്സിമം ഉയർത്തിക്കൊണ്ട് വരികയാണ്. അവർക്ക് നിലവിലുണ്ടായിരിക്കുന്ന ആ ഒരു സ്റ്റാർഡം അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ JDUവിനെ കണക്കാണ് ഏറ്റവും പ്രധാനം. JDU 2010 JDUവിന് 115 സീറ്റ് ഉണ്ടായിരുന്ന JDU 2015 ആയപ്പോൾ അവർക്ക് 71, 2020 ആയപ്പോൾ അവർക്ക് 43. അതായത് ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന കാര്യം, വളരെ
പ്രധാനമാണ്. ഈ BJP എന്ന് പറയുന്ന നമ്മളൊരു തിമിംഗലത്തെയാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. തിമിംഗലം എങ്ങനെ ഇരപിടിക്കുന്നത്? അത് വലിയ ആഴക്കടലിൽ വാ തുറന്നു വെക്കുകയാണ്. അപ്പോൾ ചെറിയ ഈ മത്സ്യങ്ങളൊക്കെ ഇതിന്റെ വായ്ക്ക് അകത്തേക്ക് വന്ന് കയറുന്നു. അപ്പോൾ ഉടൻ തന്നെ ഇത് വായടയ്ക്കുന്നു. അതാണ് BJPയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതായത് JDUവിന്റെ പോക്കറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുക, JDUവിന്റെ വോട്ടുകൾ സ്വന്തമാക്കുക, NDA മുന്നണിയിലെ ഏറ്റവും വലിയ കരുത്തായിട്ടുള്ള നിതീഷ് കുമാറിനെ വെട്ടി അവിടെ BJPയുടെ ഒരു മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മഹാരാഷ്ട്ര മോഡലിലേക്കാണ് ബീഹാറിനെയും കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിലെ ഒരു ചൂണ്ടയിലെ ഇര മാത്രമാണ് ചിരാഗ് പാസ്വാൻ. ചിരാഗ് പാസ്വാൻ എന്ന ചൂണ്ട ഇട്ടുകൊണ്ട് അവിടെ നിതീഷ് കുമാറിനെ മാറ്റി BJPയുടെ തന്നെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക എന്നുള്ള പ്രധാന ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ളതിൽ പല ചോദ്യങ്ങളും നിലനിന്നതും അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിന് ഉപമുഖ്യമന്ത്രിമാരോ BJPയുടെ നേതാക്കന്മാരോ തയ്യാറാവാതിരുന്നത് തന്നെയാണ്. ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഒരു ഉപമുഖ്യമന്ത്രി വന്നായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കേശവ് പ്രസാദ് മൗര്യ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ആരെന്നുള്ളതിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നിലവിൽ ഞങ്ങൾക്ക് ഒരു ചോദ്യവും അതിനകത്തില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ തന്നെയാണെന്ന് പറയുന്നു. പക്ഷേ ഓഫ് ദ റെക്കോർഡിൽ അദ്ദേഹം നമ്മളോട് പറയുന്നത് ഈ ചോദ്യം നിങ്ങൾ വ്യക്തിപരമായി ചോദിച്ചതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചതാണോ ഓഫ് ദ റെക്കോർഡിൽ അദ്ദേഹം പറയുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അതായത് ഇത്തവണ നിതീഷ് കുമാറിന് BJP അല്ലെങ്കിൽ NDA സഖ്യം പിടിക്കുകയാണെങ്കിൽ ഒരു ടേമിലേക്ക് അവിടെ നിതീഷ് കുമാറിനെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ഒരു ടേംസിലേക്ക് എത്തിയതിനു ശേഷം മാറ്റി അവിടെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJPയുടെ മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഈ റീജിയണൽ പാർട്ടിയെ മാക്സിമം ഈ പ്രാദേശിക പാർട്ടികളെ ശരിയാണ്. അപ്പോൾ LJPക്ക് കൂടുതൽ